ഇന്നെൻ്റെ ആദ്യ കുർബാനയാണ്. ഇന്നലെ ഞാൻ കുമ്പസാരിക്കാൻ പോയിരുന്നു. ഞാൻ കുർബാന ആദ്യമായിട്ട് സ്വീകരിക്കാൻ പോണതാണ്. എൻ്റെ വീട്ടുകാരൊക്കെ കൂടി ഇപ്പൊ പള്ളിയിൽ പോവും കുറച്ച് നേരം കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ട്രിനിറ്റി ഹാളിലാണ് ഞങ്ങളുടെ പരിപാടി. ഞാൻ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് ഓർത്തിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ അപ്പയും അമ്മയും ചേച്ചിയൊക്കെ എക്സൈറ്റഡ് ആണ്. ഈ ആദ്യമായിട്ട് ഞാൻ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോണെയാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഡേ ആണ് എനിക്ക്. ഇതിന് അങ്ങ് തന്നെ വഴിയും അങ്ങയുടെ ശുദ്ധമായ ജീവിതം അങ്ങയുടെ ജീവിതവും ഇവന് മാതൃകയും സത്യവും നൽകുമാറാകട്ടെ. അങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതം ആമേൻ. Stepped into my universe, now you're in the middle, pulling me off my feet. Your smile and it calms the storm, now clear as crystal. I got everything I need. I feel like I can fly. It's all speeding by. ഇന്ന് കത്തോലിക്ക തിരുസഭ വലിയ ഒരു തിരുനാൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ. ആ തിരുനാളിൻ്റെ ഓർമ്മയായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമ്മളിൽ ഒരാളായ നമ്മുടെ ഇടവകാംഗമായ റയാൻ മാനുവൽ മണക്കാട്ട് ഇന്ന് ഈ ദിവ്യബലി മധ്യേ ആദ്യ കുർബാന സ്വീകരണം നടത്തുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ആ കുഞ്ഞിനെയും ഓർക്കുക, ആ കുഞ്ഞിനു വേണ്ടിയും പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവമേ, ദിവ്യമായ ആനന്ദത്താൽ ആർത്തുല്ലസിക്കാനും കൃപകളുടെ ഭക്താനുഷ്ഠാനത്താൽ സന്തോഷിക്കാനും ഞങ്ങൾക്ക് അങ്ങയുടെ ആക്കണമേ. എന്തെന്നാൽ അങ്ങേ പുത്രനായ ക്രിസ്തുവിൻ്റെ ആരോഹണം ഞങ്ങളുടെ സന്തോഷമാകുന്നു. ശിരസിൻ്റെ മഹത്വം എത്തിയിടത്ത് ശരീരത്തിൻ്റെ പ്രത്യാശയും നിറവേറുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടണമേ. ആമേൻ. കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ. ഒന്നാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് 1 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അല്ലയോ തിയോഫിലേസ്, യേശു താൻ തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ.
പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദിവ്യരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാവട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറക്കപ്പെട്ടിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് 2 പേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. കർത്താവിന്റെ വചനം. ആകാശം ഭൂമിക്കുമേൽ ഉയർന്നു നിൽക്കുന്നപ്പോൾ, ആകാശം ഭൂമിക്കുമേൽ ഉയർന്നു നിൽക്കുന്നപ്പോൾ, ഭക്തരോട് വിടുന്ന കാരുണ്യം കാണിക്കുന്നു. ആ സ്നേഹം എന്തെന്നും നിലനിൽക്കുന്നു. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്നന്തരംഗമേ കർത്താവിൻ നാമത്തെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതുവഴി അവന്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. സഭ അവന്റെ ശരീരമാണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണ്ണതയുമാണ്. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് സഭയ്ക്ക് നൽകി സ്വർഗാരോഹണം ചെയ്ത ഈശോയെ,
അങ്ങയുടെ രണ്ടാം വരവിനായി സഭയെ ഒരുക്കണമേ. സഭയെ നയിക്കുന്ന ലിയോ 14 പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ആന്റണി കാട്ടുപറമ്പിൽ പിതാവിനെയും ഞങ്ങളുടെ ഇടവക വികാരി ജൽസൺ അച്ഛനെയും സഹവികാരിമാരെയും ഇന്ന് ഈ ദിവ്യബലി ഞങ്ങൾക്കായി അർപ്പിക്കുന്ന ഫെർണാണ്ടസ് അച്ഛനെയും ജിനീഷ് അച്ഛനെയും മറ്റെല്ലാ വൈദികരെയും സന്യസ്തരെയും അതിന് ആവശ്യമായ ദൈവകൃപകളാൽ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന് അരുൾ ചെയ്ത ഈശോയെ, ഈ വർഷം ആദ്യ കുർബാന സ്വീകരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും തൈലലേപനത്തിന് ഒരുങ്ങുന്നവരും ഞങ്ങൾ എല്ലാവരും ഭൂദശകളിലൂടെ ഞങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മ ശക്തി തിരിച്ചറിയുവാനും ആ ശക്തിയിൽ ആശ്രയിച്ച് പാപത്തെ എതിർത്ത് വിശുദ്ധ ജീവിതം നയിക്കുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശേഷം 40 ദിവസങ്ങൾ ശിഷ്യന്മാരോടൊത്തായിരുന്നു അവരെ പഠിപ്പിച്ച ഈശോയെ, ഞങ്ങൾക്ക് നല്ല ജീവിത പാഠങ്ങൾ നൽകുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, കാറ്റഗിസം ടീച്ചേഴ്സ്, മറ്റ് അധ്യാപകർ എന്നിവരെ അനുഗ്രഹിക്കണമേ. ഇവരിലൂടെ ദൈവസ്വരം തിരിച്ചറിഞ്ഞ് ജീവിത മേഖലകൾ കണ്ടെത്തുവാനും ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും സംഘർഷങ്ങളും നീങ്ങിപ്പോകുന്നതിനായും ലോക നേതാക്കൾ പരസ്പര ചർച്ചകളിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും ലോകത്തിൽ സമാധാനവും സാമ്പത്തിക സുസ്ഥിരതയും നിലനിൽക്കുവാനും വേണ്ടി ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുതുതായി ഭരണമേൽക്കുന്ന കേരള ഗവൺമെന്റിനെയും എല്ലാ ഭരണകർത്താക്കളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ഈശോയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ ന്യായവും നീതിയും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് ആവശ്യമായ കരുതലും കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും ക്ഷമയും ഉണ്ടാകുവാനും കുഞ്ഞുങ്ങൾ ദൈവഭക്തിയിൽ വളരുന്നതിനും രോഗങ്ങളിലും ക്ലേശങ്ങളിലും അങ്ങേ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനുമുള്ള കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർക്ക് സ്വർഗരാജ്യം നൽകണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുവാനും ഓർമ്മിക്കുവാനും ആരുമില്ലാത്ത ആത്മാക്കൾക്കും അജാത ശിശുക്കൾക്കും നിത്യശാന്തി നൽകണമെന്ന് ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Small frame, everything is sacred when you take time to notice. Big love happens in the small moments. Big love happens in the small moments. There's no use in chasing nickels and dimes, nickels and dimes. Riches all around you. Open your eyes, open your eyes. You can't buy the peace you're after, so don't even try. 'Cause you'll find big magic in the mundane, the big picture in a small frame. Everything is sacred when you take. അങ്ങേ പുത്രന്റെ ധന്യമായ സ്വർഗാരോഹണത്തിന് വേണ്ടി പ്രാർത്ഥന നിരതരായി ഞങ്ങളിപ്പോൾ ബലിയർപ്പിക്കുന്നു. ഈ പരമപരിശുദ്ധ വിനിമയത്താൽ സ്വർഗത്തിലേക്ക് ഞങ്ങൾ ഉയർത്തപ്പെടാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുക. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപത്തിന്റെയും മരണത്തിന്റെയും ജേതാവും മഹത്വത്തിന്റെ രാജാവുമായ കർത്താവായ യേശു മാലാഖമാർ വിസ്മയം പൂണ്ടു നിൽക്കവേ ഇന്ന് സ്വർഗത്തിന്റെ ഉന്നതിയിലേക്ക് ആരോഹണം ചെയ്തു. ദൈവസമക്ഷം മനുഷ്യരുടെ മധ്യസ്ഥനും ലോകത്തിന്റെ വിധിയാളനും സൈന്യങ്ങളുടെ കർത്താവുമായ അവിടുന്ന് എഴുന്നള്ളിയത്
ഞങ്ങളുടെ എളിയ മനുഷ്യപ്രകൃതി ഉപേക്ഷിക്കാനല്ല, പിന്നെയോ ഞങ്ങളുടെ ശിരസും ഉറവിടവുമായ അവിടുന്ന് എത്തിച്ചേർന്നിടത്ത് അവിടുത്തെ അംഗങ്ങളായ ഞങ്ങളും ഒന്നുചേരുമെന്ന് ഉറപ്പുവരുത്താനുള്ളത്. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാഖാവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്നുചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിമവിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവേ തിരുനാമത്തിൽ വരുവോനേറ്റ ധന്യരുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്തു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. How can it be that a stable so small could somehow contain enough room for us all? It's a story that turned the whole world upside down.
giving birth to a kingdom where lost hopes are found. It might sound too wonderful, too good to be. I think I feel hope being born in me. How can it be that a poor peasant girl was chosen to mother the king of the world? And there in that moment the tiniest spark grew into the flame that erases the dark. It might sound too wonderful, too good to be. I think I feel hope being born in me. How could it be that a baby's first breath would be the beginning of conquering death? എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ച് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഞങ്ങളുടെ കൂടെയാവാൻ എന്നെന്നും ആഗ്രഹിക്കുന്ന പിതാവായ ദൈവമേ, ആദത്തോടൊപ്പം ഹവായോടൊപ്പം ഏദൻ തോട്ടത്തിൽ തോളോട് തോൾ ചേർന്ന് നടന്ന അപ്പാ ദൈവമേ, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ഇസ്രായേൽ ജനത്തിന്റെ ഒപ്പം നടന്ന പിതാവായ ദൈവമേ, ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയിൽ സ്വർഗീയ ഭോജ്യമായി മന്ന നൽകിയ ദൈവമേ, ദൈവം നമ്മോടുകൂടെ ആവാൻ മാംസം ധരിച്ച വചനമായ ദൈവമേ, അപ്പമാവാൻ ഒപ്പമാകാൻ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ദിവ്യകാരൻ ഈശോയും ഓരോ പരിശുദ്ധ കുർബാനയിലും അപ്പനെയും വീഞ്ഞിനെയും ഈശോയുടെ തിരുശരീര രക്തങ്ങളാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവേ, ഇന്ന് ദിവ്യകാരുണ്യ കുർബാനയിലൂടെ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളുന്നതിനോർത്ത് പരിശുദ്ധത്വമേ, നിങ്ങളുമായിട്ടുള്ള സഹവാസത്തിലേക്ക് ഈ മകനെ കൈപിടിച്ച് നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നു മുതൽ ഈ മകൻ തന്റെ വിശ്വാസ യാത്ര തുടരുമ്പോൾ ഈ മകന്റെ കൂടെ ആയിരിക്കണമേ. പരിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങളിലേക്ക് അനുദിനം ഈ മകനെ വഴി നടത്തണമേ. ഞായറാഴ്ച മാത്രമല്ല, അനുദിനം പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ആ മഹത്തായ കൃപ ഇന്നു മുതൽ ഈ മകന്റെ ജീവിതത്തിൽ അങ്ങ് കൈവാർന്ന് വർഷിക്കണമേ. ജീവിത പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും തളർന്നു പോകാതെ ഹൃദയത്തിന്റെ അടിത്തറയിൽ എഴുന്നേൽക്കുന്ന ഈശോയെ കണ്ടുമുട്ടുവാൻ ഈ മകനെ അങ്ങ് സഹായിക്കണമേ. തന്റെ ആത്മശരീരങ്ങൾ ഈശോ കുടികൊള്ളുന്ന ആലയമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതാവസാനം വരെ ഇന്ന് ഈ മകനെ നൽകുന്ന അവിശ്വതി കാത്തുപരിപാലിക്കുവാൻ ഈ മകനെ സഹായിക്കണമേ.
ഈ കേക്ക് അങ്ങ് ആശീർവദിക്കണം. ഈ കേക്കിന് മധുരമുള്ളതുപോലെ എൻ്റെ ജീവിതത്തിൽ അങ്ങ് മാതൃകയുള്ളതാക്കി തീർക്കണം. എൻ്റെ ജീവിതത്തെ എന്നും അനുഗ്രഹിക്കണം. എന്ന ഈശോയെ പേറിക്കൊണ്ട് ജീവിക്കാൻ ഇവരെ സഹായിക്കണം. കർത്താവായ ക്രിസ്തുവെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണം. That smile, those lips, I could never get sick of it. Your eyes, pure bliss. Thinking, what if I could have more of it? 'Cause I've been daydreaming about this. Kinda hard to believe one day 2 will be 3, and I can't stop wondering if she'll have your brown eyes that change in the sun, or the blonde hair you had when you were young. She'll be perfect if she's anything like you. 'Cause then she'll be a strong girl that never likes to lose, with a big heart who always tells the truth. And she'll call you her world just like I do. Ooh, I can't wait to meet the mini you. I can't wait to meet the mini you. And I can't wait to see you. Teach her how to kick a soccer ball, how to fall in love, how to not give up, how to stay standing tall, even if she's 5'2", just like you. Time's gonna fly, yeah, we'll wish we could stop it. We'll probably blink and she'll be off at college. So let's cherish every minute, 'cause we don't wanna miss it. Kinda hard to believe one day 2 will be 3, and I can't stop wondering if she'll have your brown eyes that change in the sun, or the blonde hair you had when you were young. She'll be perfect if she's anything like you. 'Cause then she'll be a strong girl that never likes to lose, with a big heart who always tells the truth. And she'll call you her world just like I do. Ooh, I can't wait to meet them. It's all speeding by. I feel like I can fly.